അസ്സലാമലൈക്കും. ചെയ്യൂസിൻ്റെ സ്കൂളിലുള്ള പ്രവേശനോത്സവത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ചെയ്യൂസിൻ്റെ കൈക്ക് പൗച്ചിട്ടതുകൊണ്ട് ഭയങ്കര നാണക്കേടാണ് കേട്ടോ അവനക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതില്ലാതെ പോകാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുകയെന്ന്. അങ്ങനെ ഷാരിക്കൊക്കെ ഒരുവിധം എന്തൊക്കെയോ പറഞ്ഞ് സോപ്പിട്ടിട്ടെല്ലാം വണ്ടിയിൽ പിടിച്ചിരുത്തി. അപ്പം നമ്മൾ സ്കൂളിലേക്ക് പോവാണ്. കനാലിൻ്റെ അതിലോട്ടാണ് കേട്ടോ സ്കൂളിലേക്ക് പോകാനുള്ള റോഡ്. കുറച്ച് ദൂരേ ഉള്ളൂ, എന്നാലും സ്കൂൾ വണ്ടിയെല്ലാം വരുന്നതാണ്. അപ്പോൾ സ്കൂൾ വണ്ടിയിൽ പോയിക്കോളാം, ഉമ്മ വരണമെന്നൊന്നും ഇല്ല എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഓന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, മക്കൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഒന്നിച്ച് പോകണം. അതായത് പാരൻസ് എന്തായാലും കൊണ്ടാക്കാൻ വേണ്ടി പോവുമല്ലോ. അപ്പോൾ അതിൻ്റെ പേര് ഓരോരു വിഷമം ഉണ്ടാകണ്ടെന്ന് കരുതിയിട്ട് നമ്മളും കൂടി പോവാണ്. അപ്പോൾ പാത്തുവിൻ്റെ കൂടെ പോയിക്കോളാന്നാണ് പറയുന്നത് കേട്ടോ. പാത്തു എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ്. ആ സ്കൂളിൽ തന്നെ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ജൻഹ എന്നാണ് അവിടെ ഫുൾ പേര്. അങ്ങനെ പുതിയ യൂണിഫോമൊക്കെ ആയിട്ട് സന്തോഷത്തോടെ പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ ചെയ്യൂ. പക്ഷേ അവൻ്റെ കയ്യിൽ പൗച്ചവനെ ആകെ നാണക്കേടായിട്ട് തോന്നിയുകൊണ്ട് അയച്ചു വെക്കാനൊക്കെ കുറേ പറഞ്ഞിനി. അങ്ങനെ നമ്മൾ അവൻ്റെ സ്കൂളിലെത്തി. അപ്പോൾ ഹോളിലൊക്കെ കയറിയപ്പോൾ തന്നെ ചെയ്യൂസ് ആകെ കരച്ചിൽ തുടങ്ങി. സ്കൂളൊക്കെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട്, കുട്ടികളെല്ലാം ആകർഷിക്കാൻ വേണ്ടിയിട്ട് നന്നായി അലങ്കരിച്ചിട്ടുണ്ട്. അവന് ട്രൗസറാണ് യൂണിഫോം, പക്ഷേ ഓന് പാൻറ് ഇടുള്ളൂ എന്ന് വാശി പിടിച്ചതുകൊണ്ട് പാൻറ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യിച്ചത്. പിന്നീട് ഇടാണ്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ സ്കൂളിൽ നിന്ന് എത്തിയപ്പോൾ തന്നെ ഓൻ കരയാനൊക്കെ തുടങ്ങി. അങ്ങനെ എല്ലാ ടീച്ചേഴ്സും കൂടി ഓനെ കരച്ചിലൊക്കെ മാറ്റി അകത്തേക്ക് കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പ്രാർത്ഥനയോടെ പരിപാടി ആരംഭിച്ചു. ഹെഡ് ടീച്ചർ എല്ലാവരെയും സ്വാഗതം ചെയ്തു. PTA പ്രസിഡന്റ് ആഷിഖ് സാറും സംസാരിച്ചു. ഇതാണ് മഹിജ മിസ്. ചെയ്യൂസിന്റെ കരച്ചിലെടുക്കാൻ വേണ്ടി ഒരുപാട് പാടുപെട്ടിന്. ഇതാണ് ചെയ്യൂസിന്റെ ഹെഡ് ടീച്ചർ, അതായത് അംബ്രേ ടീച്ചർ. അപ്പം സ്റ്റേജിൽ ഇരിക്കുന്നതാണ് ആഷിഖ് സാറ്, PTA പ്രസിഡന്റ്. തൊട്ടടുത്തിരിക്കുന്നത് ശ്രേയ, 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയ കുട്ടിയാണ്. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അംബ്രേ ടീച്ചറുടെ അച്ഛനാണ്, PTA ഭാരവാഹിയാണ്. കുട്ടികൾ വരുന്നതിനനുസരിച്ച് ഓരോരോ ബലൂണ് വീർപ്പിച്ച് വെച്ച ബലൂൺ ഇങ്ങനെ കുട്ടികളുടെ കയ്യിൽ കരച്ചിലടക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിഷ ടീച്ചറാണ്, ഷെയ്യൂസിന്റെ ക്ലാസ് മിസ്സാണ് കേട്ടോ അത്. ആഷിഖ് സാർ ഫുൾ ആക്റ്റീവ് ആയിരുന്നു. കാരണം കുട്ടികൾ ഗുഡ് മോർണിംഗ് പതുക്കെയാണ് ആദ്യം അദ്ദേഹം പറഞ്ഞത്. അപ്പം മൂപ്പര് 2-3 തവണ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ ഉറക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതേ പവർ തന്നെ ഇനി സ്കൂളിൽ ഈ വർഷം കഴിയുന്നത് വരെ അടുത്ത ക്ലാസ്സിലേക്കും ഈ പവർ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളോട് അല്പനേരം സംസാരിച്ചു. LSS പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയിട്ട് വിജയിച്ച കുട്ടികൾക്കുള്ള അനുമോദനം കൂടി ഇന്ന് ഈ വേദിയിൽ നടക്കുന്നുണ്ട്. അനിക്ക്, ലാവണ്യ, തനികൃഷ്ണ എന്ന് പറഞ്ഞ കുട്ടികൾക്കാണ് LSSന് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയിട്ട് പാസ്സായത്. അതേപോലെ തന്നെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയ ശ്രേയ അഖിലേഷും +2 ഫുൾ A+ വാങ്ങിയ രോഹിത് KB യും, ഇവർ രണ്ടും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അവരെ അനുമോദിക്കുന്ന ചടങ്ങ് കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രോഹിത് KB എന്ന് പറയുന്ന കുട്ടി ഹെഡ് ടീച്ചറിന്റെ മകനാണ്, അതായത് അംബ്രേ ടീച്ചറുടെ മകനാണ്. പിന്നീട് ചെയ്യൂസ് നമ്മുടെ ക്ലാസ്സിലെല്ലാം കൊണ്ടിരുത്തി. ഇതാണ് മഹിജ ടീച്ചർ. കുട്ടികൾ ബഹളം വെക്കുന്നതിനനുസരിച്ച് ബലൂണൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് കുട്ടികളെ എങ്ങനെ സൈലന്റ് ആക്കാൻ പറ്റുമോ അങ്ങനെ സൈലന്റ് ആക്കാൻ വേണ്ടി ഒരുപാട് പാടുപെട്ട മിസ്സാണ്. ഇത് സ്കൂളിൽ തന്നെ 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ഗോകുൽ മാഷ്. സംസാരിച്ചതൊക്കെ ശരിക്കും നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി മക്കൾക്ക് ഫോൺ കൊടുത്തിട്ട് പോകും. അപ്പോൾ നമ്മൾ അവരെ മുമ്പ് നമ്മൾ നോക്കുന്ന സമയത്ത് മാത്രമായിരിക്കും അവർ പഠിക്കുക. അപ്പോൾ നമ്മൾ അവർ മുന്നിൽ നിന്ന് മാറി കണ്ടു കഴിഞ്ഞാൽ അവർ ഗെയിം കളിക്കോ വീഡിയോ കാണോ ഒക്കെ ചെയ്യലായിരിക്കും. അപ്പോൾ മാഷ് പറഞ്ഞത്, നമ്മൾ മക്കളെ കയ്യിൽ പഠിക്കാനായിട്ട് ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധ അവരിൽ എന്തായാലും ഉണ്ടാവണം, എങ്കിൽ മാത്രമേ അവർ പഠിക്കുള്ളൂ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അവർ മൊബൈൽ വെച്ചിട്ട് ചെയ്യുക എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ മാഷ് പറഞ്ഞത് 100% ശരിയാണ്. നമ്മളെ വീട്ടിലൊക്കെ നടക്കുന്ന കാര്യമാണ്. നമ്മൾ കാണുമ്പോൾ മാത്രമേ അവർ പഠിക്കുള്ളൂ. നമ്മൾ മാറി നടക്കുമ്പോൾ പഠിക്കൊന്നുമില്ല, മൊബൈലിൽ വേറെ എന്തെങ്കിലും വീഡിയോ കാണലായിരിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ടേക്കുള്ള പ്രചോദനമായി മാറുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും, ബൈ.